ഇന്ന് തന്നെ ഡൗൺലോഡ് ചെയ്യൂ. കാണൂ നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ്. ഭർത്താവ് ഉപേക്ഷിച്ച പെണ്ണിനെ ഈ സമൂഹ സ്വാതന്ത്ര്യത്തോടെ പണിയെടുത്ത് ജീവിക്കാൻ സമ്മതിക്കില്ല. അത് ഈ സമൂഹത്തിന്റെ ശാപം. വില കുറഞ്ഞ ചിന്തകളുടെ തീരാ ശാപം. പക്ഷേ അതിൽ വിദ്യാഭ്യാസവും എന്തിനേയും തരണം ചെയ്യാനുള്ള പ്രാപ്തിയും കഴിവുമുള്ള മാഡം പെട്ടുപോയതിലാ എനിക്ക് അത്ഭുതം. ദാ ഇതകത്തേക്ക് കൊണ്ടുപോയി വെച്ചോ. ശരി ചേച്ചി. അടുക്കി പറക്കലൊക്കെ ഞാൻ തന്നെ ചെയ്തോളാം. ആരും ഇല്ലാത്തവൾക്ക് അനിയനെ പോലെ കൊണ്ടു നടക്കാൻ പറ്റുന്ന ഒരുത്തിനെ കിട്ടി. നാട്ടുകാരെന്തും പറഞ്ഞോട്ടെ, എനിക്കറിയാലോ എന്നെ. അപ്പൊ കാര്യങ്ങളെല്ലാം തെളിവ് സഹിതം മനസ്സിലാക്കിയ സ്ഥിതിക്ക് എനിക്ക് എന്റെ ഭാര്യയോട് ഒറ്റ കാര്യം ചോദിക്കണം. ചോദിക്കട്ടെ? വേദനിച്ചോന്നാ ഞാൻ ചോദിച്ചേ? വേദനിച്ച് കാണില്ല. കാരണം കുറച്ച് മണിക്കൂറുകളായിട്ട് ഞാൻ അനുഭവിച്ച വേദനയുടെ ഒരു അംശം പോലും തിരിച്ചു തരാൻ എനിക്ക് സാധിക്കില്ല. എടി, അതിന് മാത്രം സങ്കടോടെ നീ എനിക്കുണ്ടാക്കിയേ. നിന്നെ വിഷ്ണു, നീ എന്തായി കാണിച്ചത്? അതും ഇത്ര ആൾക്കാരെ മുന്നിൽ വെച്ച്. മാഡത്തിന്റെ ജോലിയെങ്കിലും മാനിക്കേണ്ടതല്ലേ? അതുകൊണ്ട് തന്നെ ഞാൻ ഇവളെ അടിച്ചേ. അതുകൊണ്ട് തന്നെയാ. എടി, ഇവൾ എന്റെ ഭാര്യ മാത്രമല്ല, ഈ ജില്ല ഭരിക്കുന്ന കളക്ടർ കൂടിയാ. ഇതുപോലെയുള്ള പ്രശ്നങ്ങൾക്ക് ഉചിതമായിട്ടുള്ള പരിഹാരം കാണണ്ടവളവള്. ഇവിടെ ചില വീട്ടമ്മമാരെ പോലെ ചിന്തിക്കാനോ അധപതിക്കാനോ പാടില്ല. അതിന് തന്നെ ഞാൻ അവളെ തല്ലിയത്. എടി, എന്നെ സംശയിച്ചാൽ എനിക്ക് പരിഭവ സങ്കടം ഒന്നുമില്ല. പക്ഷെ ഒരു വാക്ക് എന്നോട് ചോദിക്കായിരുന്നു, നീ എന്റെ ആരാന്ന്. അവള് ചോദിച്ചോ? നീ മാറ്. ഈ ഒറ്റ കാരണം കൊണ്ടാ നീ എന്നോട് മിണ്ടായിരുന്നേ. ഇതിന് പകരമായിട്ട് ഒരു ജന്മം മുഴുവൻ എനിക്ക് നിന്നോട് മിണ്ടായിരിക്കാൻ കഴിഞ്ഞേക്കും. കാര്യം എന്താണെന്നറിയോ? ചങ്കായിട്ട് കരുതുന്ന ഒരു ചങ്കിലി കത്തി കുത്തി കയറ്റുമ്പോ ഉണ്ടാവുന്ന വേദന ഉണ്ടല്ലോ, അതാ ഞാനിപ്പോ അനുഭവിക്കുന്ന വേദന. അത് നിനക്ക് പറഞ്ഞ മനസ്സിലാവില്ല. ഈ വേദനയ്ക്ക് മരുന്നില്ലെന്ന് എനിക്കറിയാം. പക്ഷെ എവിടെയെങ്കിലും പോയിട്ട് മനസ്സോർന്നിരുന്ന് കരഞ്ഞു നോക്കട്ടെ, ചിലപ്പോ അല്പം ആശ്വാസം കിട്ടിയല്ലോ. വിഷ്ണുട്ടാ